പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുകയാണ്. ഇന്നൊരു സൺഡേ ആണ്. ഞാൻ നേരത്തെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പാലപ്പത്തിന്. അപ്പോഴേ അതൊന്ന് ചുട്ടെടുക്കാനും വേണ്ടി പോവുകയാണ്. കറിക്ക് വേണ്ടി ഞാൻ ഗ്രീൻ പീസാണ് കറി വയ്ക്കാൻ പോകുന്നത്. അതിന് ടൊമാറ്റോ, പൊട്ടാറ്റോ, പിന്നെ പച്ചമുളക്, അങ്ങനെ എല്ലാം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാൻ വിട്ടുപോയി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ഉണ്ടായിരുന്നു. അപ്പം ഇത് മൊത്തം കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് വേവിക്കാം. വഴറ്റിയൊന്നും ചേർക്കുന്നില്ല. പച്ചമല്ലിയാണ് നല്ലൊരു ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. കുതിർന്ന് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും പാലപ്പം ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാലപ്പം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കുന്നതനുസരിച്ച് ഞാൻ അമ്മയ്ക്ക് അങ്ങ് കൊടുക്കുകയാണ്. ഒത്തിരി സമയമായി, ഗുളികയൊക്കെ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോന്നുണ്ടാക്കുക, അത് അമ്മയ്ക്ക് ഞാനങ്ങ് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം മീൻകാരൻ അത് വഴി പോയി. അപ്പോഴേ കുറച്ച് മീനും മേടിച്ച് അത് കറിയോ തോരനോ വല്ലതും വെച്ചിട്ട് എനിക്ക് പള്ളിയിൽ പോകണമായിരുന്നു. അതിന് ഞാൻ മീൻ മേടിക്കാൻ പോയി. മീൻ മേടിച്ചു. പൈസ കൊടുക്കാനാണ് മീൻകാരൻ നിൽക്കുന്നത്. അപ്പം പിന്നെ പൈസ എടുക്കാനായിട്ട് ഞാനങ്ങ് കയറിപ്പോയി. പൈസ കൊടുത്തു. അതിനുശേഷം കുറച്ച് തുണി ഉണ്ടായിരുന്നു, അലക്കി വിരിക്കുകയാണ്. കാണാം. കറിവേപ്പില, പിന്നെ നമ്മുടെ തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതും ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് കൂടെ ചേർക്കണം, വെളിച്ചെണ്ണ ചേർക്കണം, ഉലുവാപ്പൊടി ചേർക്കണം. ഞാൻ ഇത് ഒന്ന് അടുപ്പേ വയ്ക്കാൻ പോവുകയാണ്, തോരൻ വയ്ക്കാൻ പോവുകയാണ്. കുറേ നേരമായി ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമായി ഇന്ന് ധൃതി വെച്ച് പണി ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ മീനെ കുറച്ച്, ഇത് കൊഴുവാമീൻ എന്ന് പറയും, ഇവിടെ അയിലക്കൊഴുവ എന്ന് പറയും, അയിലയുടെ അളിയൻ. ഇത് ഞാൻ വെട്ടി വരഞ്ഞ് വെച്ചിട്ടിട്ട്, ഇപ്പോൾ ഇതിന് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി വെക്കണം. തോരനെടുപ്പേ വയ്ക്കാൻ പോവുകയാണ്. ഇപ്പോഴേ മീൻ തോരനൊക്കെ ഇരുന്ന് പറ്റുമ്പോഴത്തേക്കിനും നമ്മുടെ കഞ്ഞിയുടെ അതിന് വേഗത്തൊന്നും വെച്ച് ഞാൻ അരി കഴുകി അടുപ്പയിലോട്ട് ഇട്ടു. അതിനുശേഷം പോയി കുളിച്ചു. അപ്പം പള്ളിയിൽ പോകണമല്ലോ, പിന്നെ കുളിക്കാനൊന്നും നേരെ കിട്ടില്ല. ഇതെല്ലാം വെന്ത് വെച്ചിട്ട് വേണം പോകാനും. അപ്പോൾ ഞാൻ ബാക്കി പണി ചെയ്യുകയാണ്.